നമുക്ക് തിരുവഴുത്തിലേക്ക് പ്രവേശിക്കാം. ദൈവത്തിന് സ്തോത്രം. നല്ലൊരു ഗാനം ഇന്ന് നമ്മൾ കേട്ടല്ലോ. ദൈവം സഹായിക്കട്ടെ. പുതിയ നിയമത്തിൽ 21 ലേഖനമുണ്ട്. 27 പുസ്തകത്തിൽ 21 ലേഖനം. അതിൽ 14 ലേഖനങ്ങളിൽ 14ാമത്തേത് ലേഖനമാണ് എബ്രായ ലേഖനം. എബ്രായ ലേഖനത്തിൻ്റെ കാതലായ വിഷയം യേശുവിൻ്റെ പൗരോഹിത്യം എന്നുള്ള വിഷയമാണ്. എബ്രായ ലേഖനത്തിൻ്റെ ഉയർന്നു നിൽക്കുന്ന മറ്റൊരു വിഷയം വിശ്വാസമെന്ന വിഷയമാണ്. എന്നാൽ ഇവിടെ പൗലോസ് ഒരുപാട് അനുഭവങ്ങൾ പറഞ്ഞ് അവസാനം പറഞ്ഞിരിക്കുന്നു, കർത്താവ് എനിക്ക് തുണ ആകയാൽ എന്ന് പറഞ്ഞതിന് മുമ്പ് ഒരുപാട് സംഭവങ്ങൾ അദ്ദേഹം അനുഭവിച്ച വേദനകളുണ്ട്. ഞാൻ പേടിക്കയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. ആമേൻ പറഞ്ഞാട്ടെ. ഒന്നുകൂടെ പറയുന്നു, ആകയാൽ. നമുക്ക് എല്ലാവർക്കും ചേർന്നൊന്ന് വായിക്കാമോ? ബൈബിൾ തുറന്നോ എല്ലാവരും? എന്നെ ഭയങ്കരമായിട്ട് എൻ്റെ ഹൃദയത്തെ ചിന്തിപ്പിച്ച, മണിക്കൂറുകൾ പ്രസംഗിച്ചാൽ തീരാത്തൊരു സബ്ജക്റ്റ്. നമുക്ക് വായിക്കാമോ? വായിക്കാം. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല, മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. പ്രൈസ് ദി ലോർഡ്. മനുഷ്യൻ ഏകനായിരിക്കുന്ന അന്നല്ല, ഞാൻ അവന് തക്ക തുണ ഉണ്ടാക്കി കൊടുക്കും എന്നറിയിച്ചതൊരു ദൈവമുണ്ട്. ഏദൻ പൂങ്കാവനത്തിൽ ആദാമിനോടൊരു വാക്കുപോലും ചോദിക്കാതെ, എല്ലാവരും ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞിരിക്കണേ, വാക്കുപോലും ചോദിക്കാതെ ആദാമിനെ ഉറക്കി, ആദാമിൻ്റെ ഒരു എല്ലൂരി ഒരു നാരിയെ, ഇടയ്ക്ക് ഒരുത്തം പറഞ്ഞു നാരിയല്ല പാസ്റ്റേ, ആ രായുടെ അകത്തുള്ള ചുണുപ്പ് മാറ്റിയിട്ട് വായിക്കാൻ പറഞ്ഞു. അവൾ അങ്ങനെയാണെന്ന് എന്നോട്. ഞാൻ പറഞ്ഞത് നിനക്ക് മാത്രം, പക്ഷെ ഞങ്ങൾക്ക് നാരി തന്നെയാണ്. ചിലർക്ക് പിടികിട്ടി. ദൈവത്തിന് സ്തോത്രം ചെയ്യും. അപ്പോൾ അത് കുടുംബ പ്രശ്നമെന്ന് പറഞ്ഞതാണ്. അപ്പോ ഇവളെ നരനിൽ നിന്ന് എടുത്തത് കൊണ്ട് ഇവൾക്ക് നാരി എന്ന് പേരാകും എന്ന് ദൈവം അരുളി ചെയ്തു. അങ്ങനെ തക്കതായ തുണ ഉണ്ടാക്കി കൊടുത്തു. വാസ്തവത്തിൽ ഹവ്വ ആദാമിന് തക്ക തുണയായിരുന്നോ? ആദാമിന് ഹവ്വ തക്ക തുണയായിട്ട് നിന്നോ? ഇല്ല. എങ്കിൽ ആദാം അറിയാതെ ഇവൾ കറങ്ങാൻ പോവില്ല. ഭർത്താവ് അറിയാതെ കറങ്ങാൻ പോയ വഴിക്ക് ഇവളെ ഒരുത്തം പരിചയപ്പെട്ടു, ലൂസിഫർ. അവൻ വന്നതെന്ന് വേറൊരു മനുഷ്യനില്ലാതിരുന്നതുകൊണ്ട് പാമ്പിൻ്റെ രൂപത്തിലാണ് വന്നിട്ട് തന്ത്രപൂർവം ഇവളെ വശീകരിച്ചു. അതുകൊണ്ട് ഈ കുടുംബനാഥന്മാർ എവിടെയെങ്കിലും പോയാൽ ഭാര്യയോട് പറഞ്ഞിട്ട് വേണം എന്ത് ചെയ്യാൻ. ചേട്ടാ എവിടെ നിൽക്കുന്നു? ഞാൻ ഇത് വെള്ളനാടെത്തിയടി, കള്ളൻ അരുവിക്കര നിൽക്കുകയാണ് അവൻ. സ്തോത്രം ചെയ്യുന്നു. ലൈറ്റ് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഉദാഹരണം പറഞ്ഞതാണ്. ചേട്ടാ എവിടെ പോയി സിറ്റിയിൽ? എടി ഇന്ന് അത്യാവശ്യമുള്ള സിറ്റി വരെ ഒരു സാധനം, എനിക്ക് സാധനം വാങ്ങിക്കണേ എന്നെ വണ്ടിക്ക്. എവിടെ? സിറ്റിയിൽ പോയത്. അതുകൊണ്ട് കള്ളം പറയരുത്, ഭാര്യയോട് കള്ളം പറയരുത്. ഞാൻ എൻ്റെ വൈഫിനോട് കള്ളം പറയുന്ന ഒരു മനുഷ്യനല്ല. എനിക്ക് നന്നായിട്ട് ബോധ്യമുണ്ട്. എന്നോട് എൻ്റെ വൈഫ് കള്ളം പറയാറില്ല. അങ്ങനെ വിശ്വസ്തയോടെ നിങ്ങൾ സേവിക്കണം. അതിൻ്റെ പേരാണ് തക്ക തുണ. ഒരാമയും പറഞ്ഞാട്ടെ. ഇനി അടുത്തൊരു ചോദ്യം. നിങ്ങൾക്ക് ഞാൻ പലപ്പോഴും ഇവിടെ ചിന്തിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വിചാരിച്ചാലും നിങ്ങളുടെ ഭാര്യയ്ക്കും ഭർത്താവിനും തക്ക തുണയായിരിക്കാൻ പറ്റണമെന്നില്ല. കാരണം എൻ്റെ വൈഫ് ക്യാൻസർ വന്ന് വെന്റിലേറ്ററിൽ കിടക്കുന്ന സമയത്ത് ഞാൻ പുറത്ത് ദോശയും ചമ്മന്തിയും പൊറോട്ട ഇറച്ചിയും കഴിച്ചെന്ന് ഓർമ്മയില്ല കേട്ടാ, കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ വെന്റിലേറ്ററിൽ ജീവശ്വാസത്തിന് വേണ്ടി വെപ്രാളമാണ്. മരണം, ജീവൻ. ആ സമയത്ത് മനുഷ്യൻ നമുക്ക് വിശക്കൂലേ? കുറേ സമയമൊക്കെ ഞാൻ കരഞ്ഞും പ്രാർത്ഥിച്ചിരുന്നു. പറഞ്ഞു പാസ്റ്റേ വിഷമിക്കണ്ട, എന്ത് വന്നാലും സഹിക്കാൻ. എന്നോട് പറഞ്ഞ സതി സിസ്റ്ററൊക്കെ ഉണ്ട്. എന്നോട് പറഞ്ഞ സതി സിസ്റ്ററുണ്ട്, പാസ്റ്റേ എന്ത് വന്നാലും നമുക്ക് സഹിക്കാം പാസ്റ്റേ, ദൈവം തരുന്നെങ്കിൽ തരട്ടെ, പാസ്റ്റർ എന്തെങ്കിലും കഴിക്കേ. ആ സഹോദരി പറയാൻ നോക്കിയിരിക്കുകയായിരുന്നു. ഞാൻ പോയി ദോശയും ചമ്മന്തിയും. ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. എല്ലാവർക്കും അതൊക്കെ തന്നെ അവസ്ഥ. പേരെന്താണ്? തക്ക തുണ. ഞാൻ 2011 ആദ്യമായിട്ട് ഷാർജയിൽ ചെന്നപ്പോൾ ഞാൻ 5 ദിവസം, ഞാനിവിടെ പറഞ്ഞെങ്കിലും ആവർത്തിക്കുന്നു, ഫാസ്റ്റിംഗ് എടുത്ത് വെള്ളം കുടിക്കാതെ മീറ്റിങ്ങിന് വേണ്ടി. ആദ്യമായിട്ട് ഗൾഫിൽ പോവല്ലേ, സ്തോത്രം ചെയ്യുന്നു. 4ാമത്തെ ദിവസമായപ്പം വയറിൻ്റെ സൈഡിലൊരു വേദന. ഞാൻ കുഴഞ്ഞ് താഴെ വീണു. വേദനയെന്ന് പറഞ്ഞു അന്ന് ഞാൻ പറഞ്ഞു പ്രസവ വേദനയല്ല, ലോകത്തിലെ ഏറ്റവും വലിയ വേദന കിഡ്നിയിലെ കല്ലാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇടയ്ക്ക് ഒരു അച്ഛൻ പ്രസംഗിച്ചൻ പറഞ്ഞത്, ഈ പുരുഷന്മാർക്കൊരു പ്രസവ വേദന കൊടുത്തെങ്കിൽ അവൻ ലോകം ഇട്ടിരിക്കൂല. അമ്പോ, ഒരു കല്ല് വന്നപ്പോഴേ ഇത്രയും വെപ്രാളം. എനിക്ക് ബോധം കെടും പോലെ തോന്നി.
അപ്പോൾ എൻ്റെ വൈഫ് ഞാൻ ചിന്തിക്കുന്നു ഇവിടെ ചോറും മീനും കഴിച്ചോണ്ടിരുന്ന സമയമായിരിക്കും. പേരെന്താണ്? പറ. തക്ക തുണ. നമ്മൾ വണ്ടി ഓടിച്ച് ജോലിക്ക് പോയി, വണ്ടി പട്ടിയെടുത്ത് കുറുകെ ചാടി വീണവരൊക്കെ ഉണ്ട്. ദൈവം കാത്തതുകൊണ്ടാണ് ജീവിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മുടെ അമ്മ അറിഞ്ഞില്ല, അപ്പൻ അറിഞ്ഞില്ല, അല്ലെങ്കിൽ നമ്മുടെ ഭാര്യ അറിഞ്ഞില്ല, ഭർത്താവ് അറിഞ്ഞില്ല. പേരെന്താണ്? തക്ക. വച്ച് കെട്ടി വീട്ടിൽ വരുമ്പോഴാണ് അറിയുന്നത്. തക്ക തുണയെന്ന പദം പലപ്പോഴും നമുക്ക് നേരെ ചെയ്യാൻ പറ്റില്ല. നമ്മൾ മനുഷ്യരാണ്, പരിമിതിയുണ്ട്. പക്ഷേ നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയുന്നു, അവിടുന്ന് തക്ക തുണയായ ദൈവമാണ്. സ്തോത്രം. അതിനെക്കുറിച്ച് 46-ാം സങ്കീർത്തനം 1-ാം വാക്യം പറയുന്നത്, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവിടുന്ന് ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. തക്ക തുണയായ കർത്താവ് ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. ഇന്ന് പകലിൽ ഈ വചനം കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളെ ആരും സഹായിച്ചില്ലെങ്കിലും, നിങ്ങൾ ആരും കൂടെ നടന്നില്ലെങ്കിലും, ആരും അവസാനം വരെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞവർ കൂടെ നിന്നില്ലെങ്കിലും, ഒരിക്കലും നിങ്ങളെ വിട്ടുമാറാത്ത ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് വാക്ക് പറഞ്ഞ തക്ക തുണയായവൻ ഇന്ന് പകൽ നിങ്ങളുടെ കൂടെ ഉണ്ട്. അത് അനുഭവിക്കുന്ന ദൈവമക്കൾ, യേശു കൂടെയുള്ള പ്രസൻസ് അനുഭവിക്കുന്ന ദൈവമക്കൾ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യും. ആരുമില്ലാതെ ഏകനാകുമ്പോൾ കൂടെയുണ്ടെന്നരുളിയവൻ, ആരുമില്ലാതെ ഏകനാകുമ്പോൾ കൂടെയുണ്ടെന്നരുളിയവൻ, എന്നെ നടത്തുന്നവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. ഇന്ന് പകലിൽ വിശ്വസിക്കേ, ഈ തക്ക തുണയായവൻ നമ്മുടെ കൂടെയുണ്ട്. ഇനി എൻ്റെ വിഷയം അതല്ല, എന്തുകൊണ്ടാണ് കർത്താവ് നമുക്ക് നല്ല തുണയായിരിക്കുന്നത്? അതിൻ്റെ ഉത്തരങ്ങളാണ് 3 ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. അതിലൊന്ന്, നമ്മുടെ പ്രതിയോഗി തന്ത്രശാലി എന്ന് കർത്താവ് അറിയുന്നത് കൊണ്ട്. എഴുതുന്നവർ അങ്ങനെ എഴുതിക്കോണം, നമ്മുടെ പ്രതിയോഗി തന്ത്രശാലി എന്ന് കർത്താവ് അറിയുന്നത് കൊണ്ട്. ഹല്ലേലൂയ. 1 പത്രോസ് ലേഖനം 5-ാം അധ്യായം 8-ാമത് വാക്യം. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തെരഞ്ഞ് ചുറ്റി നടക്കുന്നു. ഉണർന്നിരിപ്പിൻ നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം. അലറുന്ന സിംഹത്തെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലേ? നെയ്യാർ ഡാമിലുണ്ട്, തിരുവനന്തപുരം മ്യൂസിയത്തിലുണ്ട്. മ്യൂസിയത്തിൽ എപ്പോഴും അലറുന്നത് നമ്മളെ നോക്കിയാലൊന്നും അലറുന്നത്, അത് പറഞ്ഞ് എപ്പോഴും ഉറക്കമാണ്. ഒരു വയസ്സായ കിളവൻ സിംഹവും ഒരു കിളവി സിംഹവും മാത്രമേ മ്യൂസിയത്തുള്ളൂ. ചെറുപ്പക്കാരൊക്കെ പോയി. നമുക്ക് യൂത്താണ് നമുക്ക് ആവശ്യം. അലറുന്ന സ്തോത്രം. അപ്പോൾ അലറുന്ന സിംഹത്തെ കണ്ടിട്ടുണ്ടോ? എത്ര പേര് കണ്ടിട്ടുണ്ട്? ഞാൻ കണ്ടിട്ടുണ്ട്, നേരിട്ട് കണ്ടിട്ടുണ്ട് അലറുന്ന സിംഹം. കണ്ടിട്ടുണ്ട്. എങ്ങനെയുണ്ട്? നിങ്ങളുടെ വീട്ടിനകത്ത് അലറുന്ന സിംഹം അല്ല, മ്യൂസിയത്തിൽ. ഓക്കെ, എങ്ങനെ ഇരിക്കും? നല്ല രസമാണല്ലേ? അലർച്ച കണ്ട കൂട്ടാന്ന് വിളിച്ചോണ്ട് നമുക്കൊരു തടവ് കൊടുക്കാൻ തോന്നും അല്ലേ? അങ്ങനെയാണോ? അപ്പൊ പിശാച് എന്ന് പറയുന്ന സാത്താൻ അവൻ അലർന്ന സിംഹം അല്ല, പക്ഷെ അതുപോലെ, കേട്ടോ, അതുപോലെ. എന്തുകൊണ്ട് അവൻ ആ പേരെടുത്തതെന്ന് അറിയാമോ? വെളിപ്പാട് 5:4 യഹൂദാ ഗോത്രത്തിന് സിംഹമായ നമ്മുടെ കർത്താവ് അവിടുന്ന് രാജാവായതുകൊണ്ട് അതേ രൂപം അവൻ എടുക്കുകയാണ്. ഞാൻ വലിയവനാണെന്ന് കാണിക്കാൻ വേണ്ടി അവൻ അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ്. ഇനി കടലിലും കരയിലുമുള്ള ഏറ്റവും വലിയ ജീവിയാണ് തിമിംഗലം, അല്ലേ? ഈ തിമിംഗലത്തിന്റെ വായ് പടർന്നിരിക്കുന്ന വീടിൽ ഞാൻ അല്ലാതെ നേരിട്ട് കണ്ടിട്ടില്ല. വീടിക്കകത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്തിനാ വാ പടർക്കുന്നത്? എന്തിനാ? കഴിക്കാൻ. അതിന് പ്രത്യേകിച്ച് ഇങ്ങനെ കഴിക്കണ്ട, വാ തുറന്നാ മതി. നെത്തോലിയും ചൂരയും കണവയും ചാളയും അയലും എല്ലാം അതിനകത്ത് കയറിക്കോളൂ ഓട്ടോമാറ്റിക്. മനസ്സിലാവുന്നുണ്ടോ? തുറന്ന് വെച്ചിരിക്കുക. അപ്പൊ കമ്പനിമുക്കലും നെടുമങ്ങാടും പാലോടും മിത്രാനികേതനും ആര്യനാടും കണിയാകുഴിയും പേരുമലയും കുറ്റിച്ചലും
സ്ഥലം വിടുന്നില്ല. വെളിയന്നൂര്, കാരിക്കോണം, പള്ളിത്തറ, സ്വോത്രം. ഈ ചാങ്ങ ഇവിടെ എല്ലാം ഇങ്ങനെ വായി പൊളിച്ചിരിക്കുകയാണ്. സ്കൂളിൽ പോകുന്ന പെന്തക്കോസുകാരിയെ വിഴുങ്ങാൻ, കോളേജിൽ പോകുന്ന പെന്തക്കോസുകാരനെ വിഴുങ്ങാൻ, അലർന്ന സുഖം നമ്മൾ അറിയുന്നില്ല. വിഴുങ്ങാൻ, ജോലിക്ക് പോകുന്ന ദൈവപൈതന്റെ വാഹനയാത്രയെ വിഴുങ്ങാൻ, കുടുംബജീവിതം നയിക്കുന്ന ദൈവമക്കളുടെ വീടുമായി ബന്ധപ്പെട്ട് കുടുംബജീവിതത്തെ വിഴുങ്ങാൻ ഇവങ്ങനെ വായി പൊളിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പത്രോസ് പറയുന്നു, നിങ്ങൾ നിർമ്മതര വിശുദ്ധരായിരിക്കണം, ഉണർന്നിരിക്കണം. പക്ഷെ ഇവൻ ഉണ്ടെങ്കിലും നിങ്ങളെ വിഴുങ്ങാത്തതിന് കാരണം നിങ്ങൾക്കറിയാമോ? ബൈജു ബാലകൃഷ്ണൻ പാസ്റ്ററെ വിഴുങ്ങാൻ 23 കൊല്ലമായി ദേശത്തിന് അധിപതി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃപയാൽ, അഹങ്കാരം പറയുമല്ല, രോമത്തിൽ പോലും തൊടാൻ പറ്റാത്തതിന് കാരണം ഒരു തുണയായവൻ എൻ്റെ കൂടെയുണ്ട്. രാവിലും പകലിലും ആ കൈ നിഴലായി എൻ്റെ കൂടെയുള്ള പ്രാണപ്രിയൻ, ഞാൻ ആരാധിക്കുന്ന എൻ്റെ അപ്പൻ. ഇതുപോലെ വചനം വിശ്വസിക്കുന്നവര് പറ, അവർ എന്നെ വിഴുങ്ങാത്തത്, ശത്രുവിനെ തകർക്കാത്തത്. എത്രയോ പ്രാവശ്യം എൻ്റെ കുടുംബത്തിനകത്ത് നിലവിളി ഉയരേണ്ട സ്ഥാനത്ത് തൂട്ടനെ തൊടാത്തത് ഒരു തുണയായവന്റെ കൂടെ ഉള്ളത് കൊണ്ട്. ഈ പൈശാചിക ബന്ധനമൊക്കെ ഒഴിഞ്ഞു വന്ന പലരുമുണ്ട്. വല്ലപ്പോഴൊക്കെ ഓർക്കണം കേട്ടോ. ഈ ഭൂതമൊക്കെ ഇളകുമ്പോൾ 5-6 ദിവസം നമുക്കൊരു ചൂടും. എല്ലാ മീറ്റിങ്ങിനും ഓടി വരുന്നു, ആരാധന നേരത്തെ വരുന്നു. ബ്രദർ പോകുന്നില്ല, ഇല്ല പാസ്റ്റർ കുറച്ചുകൂടെ കഴിഞ്ഞ് പോവാന്ന് പറയുന്നു. പക്ഷെ 5-6 ദിവസം കഴിയുമ്പോൾ ഇതൊക്കെ മറക്കുന്നു. പക്ഷെ ഇവൻ പുറത്ത് നിപ്പുണ്ട്, ഇവൻ കയറി പിന്നെയും പിടിക്കും. ആരാധന മുടക്കുന്നവരും പ്രാർത്ഥന മുടക്കുന്നവരും ആത്മീയ വിഷയത്തിൽ പുറകോട്ടൊന്നും ശ്രദ്ധിക്കണം. ഇവൻ പുറത്തുണ്ട്. നിങ്ങൾ ആത്മീയത്തിൽ നിന്ന് അകന്നാൽ കർത്താവ് നിങ്ങൾക്ക് തുണയല്ല, കർത്താവ് നിങ്ങളുടെ കൂടെ നിൽക്കില്ല. നിങ്ങൾ ആത്മീയത്തിൽ ഉറപ്പാണെങ്കിൽ യേശുപ്പ നിങ്ങളെ കൂടെ ഉണ്ട്. സ്വോത്രം 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 സ്വോത്രം. സഹോദരന്മാർ കേൾക്കുന്നുണ്ടോ? ഞാൻ പേരൊന്നും പറയുന്നില്ല. അതുകൊണ്ട് ദയവേദി ഞാൻ തൊഴുതു പറയുന്നു, നിങ്ങൾ ആരാധനകളിൽ ഉദാസീനത കാണിക്കരുത്. അലർന്ന സിംഹം എന്ന പോലെ പിശാച് പുറത്ത് നിൽപ്പുണ്ട്. നിങ്ങളെ കുടുംബത്തെ വിഴുങ്ങാൻ, നിങ്ങളുടെ ശുശ്രൂഷയെ വിഴുങ്ങാൻ, നിങ്ങളുടെ തലമുറയെ വിഴുങ്ങാൻ, നിങ്ങളുടെ സന്തോഷത്തെ വിഴുങ്ങാൻ, സാമ്പത്തിക നന്മയെ വിഴുങ്ങാൻ. പക്ഷേ കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ വിഴുങ്ങത്തില്ല, അവന് പറ്റില്ല. എന്നോട് ചോദിക്കുകയാണ്, ഞാനിന്ന് പകൽ വിനയത്തോടെ ഓർപ്പിക്കട്ടെ, മഹാദൈവവും അവിടുത്തെ ദാസന്മാരും കണ്ണിൽ എണ്ണ ഒഴിച്ച് നോക്കിയിരിക്കുന്ന കാലത്തോളം നിന്റെ കുടുംബത്തിനകത്ത് ദുരന്തം വരികയില്ല. വചനം വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തിന് സ്തോത്രം ചെയ്താൽ മതി. വചനം ഏറ്റെടുക്കുന്നവർ മാത്രം ദൈവത്തെ ആരാധിച്ചാൽ മതി. 2025 നിന്നെ കൊല്ലാൻ നോക്കി, 24 നിന്നെ കൊല്ലാൻ നോക്കി, പക്ഷെ 26 അവന്റെ വാ അടഞ്ഞിട്ടില്ല. പക്ഷെ അവിടെ തുണയായി 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 നല്ല തുണ. പൗലോസ് പറയുന്നു, ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല. 2 സാത്താന്റെ അടുത്ത പദ്ധതി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യം, 2 കൊരിന്ത്യർ 2-ാം വാക്യം വായിപ്പിക്കുന്നില്ല. വാക്യം പറയുന്നത്, സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങൾ അറിയാത്തവർ. 2-ാമത്തെ കാരണം, കർത്താവ് തുണരുന്ന 2-ാമത്തെ കാരണം, നമ്മെ തോൽപ്പിക്കാൻ നോക്കുന്നൊരു തന്ത്രശാലി പുറത്തുള്ളതുകൊണ്ട് കർത്താവ് തുണയായിരിക്കുന്നു. നമ്മളെ തോൽപ്പിക്കണം കേട്ടോ. ആത്മീയത്തിൽ തോൽപ്പിക്കുക, ആരാധനയെ തോൽപ്പിക്കുക, വിശുദ്ധിയിൽ തോൽപ്പിക്കുക, പ്രാർത്ഥനയെ തോൽപ്പിക്കുക. ഹല്ലേലൂയ. തോറ്റു കൊടുക്കരുത്, കാരണം ജയിച്ചവന്റെ സന്തതികളാണ് നമ്മൾ. ഹല്ലേലൂയ. ഇനി 2-ാമത്തെ പ്രത്യേകത, കർത്താവ് നമുക്ക് തുണയായിരിക്കുന്ന 2-ാമത്തെ ചിന്ത, നാം ബലഹീനരെന്ന് കർത്താവിനറിയാം. നാം ബലഹീനരെന്ന് കർത്താവിനറിയാം. റോമാലേഖനം എടുത്താണ് 8-ാം അധ്യായം 3-ാമത് വാക്യം. വാക്യങ്ങൾ ചടിചടേന്ന് വായിച്ച് കേൾപ്പിക്കണം. റോമാലേഖനം, ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ, ഒന്നുകൂടെ വായിച്ച് ആദ്യം മുതൽ, ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ, ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനായ യേശുവിനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. എല്ലാവരും കേൾക്കണേ. യേശു ഈ ഭൂമിയിൽ വന്നത് പിതാവായ ദൈവം അയച്ചിട്ടാണ്. അത് അവരാമേ വിശ്വസിക്കുന്നുണ്ടോ? അനന്തരമാര് നാം അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകുമെന്ന ചോദ്യത്തിന് പുത്ര മറുപടി പറഞ്ഞു, ഞാൻ പോകാം. ദൈവത്തിന്റെ 2-ാമത്തെ ആളത്വം പറഞ്ഞു, ഞാൻ പോകാം. അങ്ങനെ കാലത്തിന്റെ സമ്പൂർണതയിൽ കന്യകയിലൂടെ മനുഷ്യാവതാരമെടുത്ത് അവിടെ നിന്ന് ഭൂമിയിൽ ചരിത്രത്തെ BC എന്നും AD എന്നും 2ആയി തിരിച്ചുകൊണ്ട് അവതരിച്ചു.
അവിടുന്ന് ഈ ഉലകത്തിൽ വന്ന് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് അവിടുന്ന് ജീവിച്ചിരിക്കുന്ന ദൈവമായതുകൊണ്ട്, ദൈവപുത്രനായതുകൊണ്ട് നമ്മുടെ ബലഹീനതയ്ക്ക് തുറന്നു നിൽക്കുവാൻ അദ്ദേഹത്തിന് ശക്തിയുണ്ട്. ബലഹീനത എന്താ? ഈ ബലഹീനത വീക്ക്നെസ് എന്ന് പറയും. എന്താ ഈ ബലഹീനത? ശരീരത്തിലുള്ള ബലഹീനത, മനസ്സിലുള്ള ബലഹീനത, ആത്മാവിലുള്ള ബലഹീനത. 3 ബലഹീനതയുണ്ട്. ഈ ശരീരത്തിലുള്ള ബലഹീനത ഞാൻ പറയാം. ശരീരത്തിലെ ബലഹീനതയാണ് രോഗങ്ങൾ. എപ്പോഴും ചില ആൾക്കാർ കണ്ടിട്ടുണ്ടോ? നടക്കുന്ന കാണുമ്പോഴേ നമുക്കറിയാം മെഡിക്കൽ കോളേജിന്റെ 16-ാം വാർഡിൽ നിന്ന് വരുന്ന പോലെയാണ് ചിലർ പള്ളി വരുന്നത്. പക്ഷെ റേഷൻ കടയിൽ പോണ പോക്ക് കണ്ട ഭയങ്കര. കല്യാണത്തിന് ക്യൂവിൽ ഇടിച്ചു കയറില്ല, ആഹാരം കഴിക്കും. ഓമ്പോ എന്തൊരു പള്ളി വരുമ്പോൾ മാത്രം കണ്ട് പാസ്റ്റ് എൻ്റെ അടുത്ത് ദൂത് പറയണം, എൻ്റെ ദാസിയെ എന്ന് വിളിച്ച്. പിന്നെ നമുക്കറിഞ്ഞൂടെ? ഹല്ലേലൂയ, സ്വതന്ത്രം പറഞ്ഞാട്ടെ, ശ്രദ്ധിക്കുന്നേ. അപ്പോ ഈ വാർദ്ധക്യമാകുമ്പം ഒരു സമയം കഴിയുമ്പോൾ നമുക്ക് എന്ത് വരും? ശരീരത്തിൽ ക്ഷീണമല്ല, ബലഹീനത വരും. ബലഹീനത അത് പോരാട്ടമാകണമെന്ന് ഇല്ല. ശരീരത്തിൽ ബലഹീനത വരുന്നത് പ്രായാധിക്യം കൂടുമ്പോഴാണ്. അതിന് എന്നും അയ്യോ വയ്യെന്ന് പറയരുത്. ബലഹീനത തികയുന്നൊരു ദൈവശക്തി നമ്മുടെ മേൽ ദൈവം പകരും. നല്ല വാർദ്ധക്യത്തിലും പച്ചവച്ചും പുഷ്ടി പിടിച്ചിരിക്കത്തക്കവണ്ണം ആരോഗ്യ ദൈവം തരും. ഇതിനകത്ത് ഒത്തിരി പ്രായമുള്ള അമ്മമാരും അപ്പന്മാരും ഇരിപ്പുണ്ട്. എഴുന്നേറ്റ് നടക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞവര് കിടപ്പിന് മഞ്ജുഷിരിക്കുന്ന അത്ഭുതമാണ്. ഇന്നലെ രാത്രി ഞാൻ കണ്ടത്. ഇങ്ങനെ നടക്കുന്ന ഒരാളെയാണ് ഇന്നലെ രാത്രി. മോനിവിടെ ഇരിപ്പുണ്ട്, അപ്പച്ചൻ ഇരിപ്പുണ്ട്. ചോദിച്ചു നോക്കണം, ഇന്നിവിടെ വന്നത് ഒരുവിധപ്പെട്ടവരാണെങ്കിലും കയറി വരില്ല. ആ ബലഹീനതയ്ക്കകത്ത് അവർ പറഞ്ഞു, എനിക്ക് എഴുന്നേക്കാൻ പറ്റുമെങ്കിൽ ഞാൻ പള്ളി വന്നിരിക്കും. അതാണ് ദൈവശക്തി വ്യാപരിക്കുന്നത്. എത്ര പ്രശ്നമുണ്ടെങ്കിലും ഇന്ന് വല്ല ബലഹീനതയെ കവർ ചെയ്യുന്ന തക്കതായ തുണ ഒരു ആത്മസാന്നിധ്യം നിങ്ങളുടെ മേൽ വ്യാപരിക്കാൻ തുടങ്ങുകയാണ്. നിങ്ങളുടെ ശരീരത്തിൽ തല മുതൽ പാദം വരെ, ഞാൻ ഈ ദൂത് പറയുമ്പോൾ വചനം ഏറ്റെടുക്കുന്നവരുണ്ടെങ്കിൽ മാത്രം സ്വത്രം പറഞ്ഞോണം. നിങ്ങളുടെ തല മുതൽ പാദം വരെ വ്യാപരിക്കുന്ന എല്ലാ ബലഹീനതകളെയും ഇന്ന് വരെ ശാസിക്കുന്ന ഒരു ദൈവശക്തി നിങ്ങളുടെ ശരീരത്തിനകത്ത് വ്യാപരിക്കാൻ തുടങ്ങുകയാണ്. നിങ്ങൾ ബലഹീനരായിരിക്കുമ്പോൾ ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവറിയിൽ തന്നെ രക്തമൂറ്റിത്തന്നത് കൊണ്ട് ബലഹീനരായ നമുക്ക് തുണ നിൽപ്പാൻ കഴിവുള്ളവനാകുന്നു. ബലഹീനതകൾ ഇന്ന് പകൽ വിട്ടൊഴിയട്ടെ. ബലഹീനതകൾ ഇന്ന് പകൽ വിട്ടൊഴിയട്ടെ. ശാരീരിക വൈകല്യങ്ങൾ, ശാരീരിക രോഗങ്ങൾ ഇന്ന് പകലിൽ സൗഖ്യമാകട്ടെ. ആ കൈതൊടാതെ പ്രവർത്തിക്കുന്ന കല്ലായ ക്രിസ്തു ചില ശരീരത്തിനകത്ത് വ്യാപരിക്കുന്ന ബലഹീനയുടെ ആത്മാവിന് ഈ പകൽ ക്യാൻസർ ചെയ്യുന്നു. അവിടുത്തെ തക്കതായ തുണയായി നിന്റെ അടുക്കലുണ്ട്. വിശ്വസിക്കുന്നവര് അന്യഭാഷയിൽ പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. നമ്മൾ ബലഹീനരാണെന്ന് കർത്താവിന് അറിയാം. 2 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം 9-ാമത് വാക്യം. 2 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം 9-ാമത് വാക്യം. ബൈബിൾ ഉള്ളവരെ എടുത്ത് നോക്കണേ. അവൻ എന്നോട്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. കേൾക്കുന്നുണ്ടോ എന്റെ വാത്സല്യ സഹോദരങ്ങളെ? പൗലോസ് 14 ലേഖനം സഭയ്ക്ക് സംഭാവന നൽകിയ മനുഷ്യൻ, നിരവധി സഭകളെ സ്ഥാപിച്ച മനുഷ്യൻ, യേശു കഴിഞ്ഞാൽ അനുകരിക്കാൻ കൊള്ളാകുന്ന അത്ഭുത മനുഷ്യൻ. കേൾക്കുന്നുണ്ടോ? യേശു കഴിഞ്ഞാൽ നമുക്ക് അനുകരിക്കാൻ കൊള്ളാകുന്ന മനുഷ്യൻ, ഇത്രയും ഭക്തൻ, തേജസ്സുള്ള മനുഷ്യൻ, ക്രിസ്തു കഴിഞ്ഞാൽ അനുകരിക്കാൻ കൊള്ളാകുന്ന മനുഷ്യൻ ആരായിരുന്നു ബ്രദറെ? പൗലോസ്. ഈ പൗലോസിന്റെ ശരീരത്തിൽ പിശാചുണ്ടായിരുന്നു. നിങ്ങൾ വിശ്വസിക്കുവോ? പൗലോസിന്റെ ശരീരത്തിൽ ആരുണ്ടായിരുന്നു? വിശ്വസിക്കുവോ നിങ്ങൾ? ഇഷ്ടം പോലെ പാസ്റ്റർമാരുടെ ശരീരത്തിൽ കൃപയാൽ കൈവശങ്ങൾ ഇളകുന്നത് കാണാൻ കർത്താവ് വെളിയവന് ഭാഗ്യം നൽകി. നാളെ ഞങ്ങളുടെ സ്ഥിതി എന്താവെന്ന് അറിയില്ല. നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിക്കുന്നു. കൃപ ഇഷ്ടം പോലെ അഭിഷക്തന്മാരുടെ, UK മാത്രമല്ല ബഹ്റിനിൽ സ്തോത്രം ചെയ്യുന്നു. അമേൻ അമേൻ. UAE, അബുദാബിയിൽ, ഷാർദയിൽ, ദുബായിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ ഒമാനിൽ, മസ്കറ്റിന്റെ വിവിധ ഇഷ്ടം പോലെ ശുശ്രൂഷകന്മാരുടെ കുടുംബങ്ങൾക്കകത്ത് ബന്ധനം. അവരൊരു പാസ്റ്റേ, ഞാൻ കർത്താവിൻ്റെ വചനം പ്രസംഗിക്കുന്ന ആൾ, എൻ്റെ ശരീരത്തിൽ എങ്ങനെ ഈ കൈവശം കയറി? അതെങ്ങനെ പാസ്റ്റേ? ഞാൻ കൊടുത്ത മറുപടി, പൗലോസിന്റെ ശരീരത്തിൽ പിശാചുണ്ടായിരുന്നു. പൗലോസ് പറയുന്നു വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ ഒന്ന് വായിച്ചേ.
വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ അതെന്നെ വിട്ടു നീങ്ങേണ്ടതിന്. വെളിപ്പാടുകളുടെ ആധിക്യ നിമിത്തം നിഗളം വരാതിരിപ്പാൻ ദൈവം സാത്താന്റെ ദൂതനെ, ഈവിൽ സ്പിരിറ്റിനെ, വെളിച്ചപ്പാടെന്നോ എന്തോന്ന് പറയാം, ഒരു ശക്തിയെ പൗലോസിന്റെ ബോഡിയിൽ കൊടുത്തു. ആ ശക്തി ഇരുന്നും കൊണ്ടാണ് ബലഹീനത വരുത്തിയത്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ആരാ കൊടുത്തത്? ഇനി പൗലോസിന്റെ ശരീരത്തിലെ ബലഹീനത, സാത്താന്റെ ദൂതനാൽ വന്ന ബലഹീനത ആത്മാവിനെ ബാധിച്ചോ? ഇല്ല. വായിച്ചേ, എന്റെ കൂടെ വരണേ നിങ്ങൾ, എങ്ങനെ ദൂത് മനസ്സിലാവൂ. 2 കൊരിന്ത്യർ 12:10 വായിച്ചേ. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. ഞാൻ രോഗിയാണ്. പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അപസ്മാര രോഗം വന്ന് ഞാൻ താഴെ വീഴും. എന്റെ കണ്ണിൽ കൂടെ ഇങ്ങനെ തുടുതലാ വെള്ളം ഒഴുകും. ആശുപത്രികൾ കാണിച്ചു, വൈദ്യന്മാർ ചികിത്സിച്ചു, അവരൊക്കെ പറഞ്ഞു അസുഖം കാണുന്നില്ല, പക്ഷേ ഈ രോഗം മാറുന്നുമില്ല. പക്ഷെ എനിക്ക് മനസ്സിലായി ഇതിന്റെ പുറകിൽ ദൈവത്തിന് കരമുണ്ട്. ഞാൻ പാപം ചെയ്തിട്ടല്ല ഈ രോഗം എനിക്ക് വന്നത്. ഞാൻ നിഗളിച്ചു പോകാതിരിക്കാൻ എന്റെ ശരീരത്തിൽ ദൈവം എന്ന ദൂതനാണ്. പക്ഷേ അത് എനിക്കുള്ളപ്പോഴും എന്റെ അകത്തെ ആത്മാവ് ശക്തിയോടെ ഇന്ന് രാവിലെ എല്ലാ രോഗവും വിഷാദി വെച്ചതല്ല, ദൈവം വെച്ചതുണ്ട്. നീ നിഗളിച്ചു പോകാതെ ഇന്ന് പകലിൽ ആ ബലഹീനത നിന്റെ അഭിഷേകത്തെ ബാധിക്കരുത്. ഇന്ന് രാവിലെ വചനം അകത്ത് കയറി അഭിഷേകത്തോടെ തുള്ളി ആരാധിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നീ ചോദിച്ചില്ലേ പലപ്പോഴും, ഞാൻ എന്ത് പാപം ചെയ്തിട്ടാണ് എന്നും എനിക്ക് രോഗം, ഞാൻ എന്ത് പാപം ചെയ്തിട്ടാണ് എന്നും എനിക്ക് വേദന, ഞാൻ എന്ത് പാപം ചെയ്തിട്ടാണ്? ദൈവത്തിനെ നിഗളിച്ചു പോകാതിരിപ്പാൻ ദൈവം എന്നൊരു ശൂലമാണ്. നിങ്ങൾ ആശ്വസിക്കാൻ വേണ്ടി പറയുമല്ല, ഞാൻ പ്രസംഗിക്കുന്നത് തിരുവഴുത്താണ്. നിങ്ങൾ വേണമെങ്കിൽ ഇതുള്ള ആശ്വാസം പ്രാപിച്ചോ. ഞാനിത് പറയുമ്പോൾ രോമാഞ്ചമന ശരീരം വെളിപ്പെടുകയാണ്. ഒരു അസാധാരണ ആത്മമണ്ഡലം ഈ ഹോളിനകത്ത് കത്തി കയറുകയാണ്. ചില വ്യക്തികൾ ചോദിക്കുന്ന ചോദ്യത്തിന്റെ മറുപടി സ്വർഗം പറയുന്നു. എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി നിന്റെ ബലഹീനതയിൽ, നിന്റെ വീക്ക്നെസ്സിൽ തികഞ്ഞു വരുന്നു. ബലഹീനതയിൽ നല്ല ബലമേകും, ഭൂമിയിൽ ആനന്ദ തണലാകും, ഇരുൾ പാതയിൽ അനുദിനമോളി നൽ കൃപയോ. പ്രാർത്ഥിച്ചിട്ടും മാറിയില്ലെങ്കിൽ പേടിക്കരുത്, ചികിത്സിച്ചിട്ട് മാറിയില്ലെങ്കിൽ പേടിക്കരുത്. നിനക്ക് ദൈവത്തിന്റെ സമയമാകുന്നതിന് മുൻപ് ഒരു പോറിന് പോലും പറ്റില്ല, ഒരു ചുക്കും സംഭവിക്കില്ല. ദൈവം വച്ചതെങ്കിൽ ഉത്തരവാദി ദൈവമാണ്. നീ വിശുദ്ധിയോടെ ജീവിച്ചിട്ടും നിനക്ക് രോഗമെങ്കിൽ ദൈവം വച്ചതിന് ഉത്തരവാദി ദൈവമാണ്. അറിയാതെ കണ്ണ് നനയിക്കുന്ന ഒരു ദൂതിലേക്കാണ് ഇന്ന് പകലിൽ സ്വർഗം എന്നെ കൊണ്ടുപോകുന്നത്. അറിയാതെ കരഞ്ഞുപോയി ഞാൻ ഈ വചനം ധ്യാനിച്ചപ്പോൾ, കർത്താവേ അങ്ങെത്ര നല്ലവനാണ്, ഞങ്ങളെ സ്നേഹിക്കുന്ന അപ്പൻ. ഞങ്ങൾ നിഗളിച്ച് നരകത്തിൽ പോകാതിരിക്കാൻ ഒരു ബലഹീനത ശരീരത്തിൽ തന്നോ. ജീവിതത്തിനകത്ത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ ബോധ്യപ്പെടും. ഞാൻ ശരീരത്തിൽ ബലഹീനത ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യനാണ്. ഞങ്ങൾ ആരോട് പറയും ഞങ്ങളുടെ രോഗം, ഞങ്ങളുടെ ബലഹീനത, പക്ഷെ അത് നിങ്ങളുടെ ആത്മീയത്തെ ബാധിക്കുന്നില്ല. നിഗളിച്ചു പോകാതിരിപ്പാൻ ദൈവം എന്ന ശൂലങ്ങൾ നിങ്ങൾ ആത്മീയത്തെ ബാധിക്കുന്നില്ല. പൗലോസ് പറയുന്നു, ഞാൻ ശരീരത്തിൽ ബലഹീനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. കാരണം എന്നെ ശക്തനാക്കുന്നവന് മുഖാന്തരം ഞാൻ സകലത്തിന് മതിയാകുന്നു. എന്നെ ശക്തനാക്കുന്നവൻ, ഈ സൈഡ് മുതൽ അങ്ങറ്റം വരെ ഈ വചനത്തിന്റെ ശക്തി വ്യാപരിക്കണമെന്ന മകനിൽ എന്നെ ശക്തനാക്കുന്നവൻ, എന്നെ ശക്തനാക്കുന്നവൻ. ഈ സഭായോഗം ആത്മീയ ഉത്സവമായി മാറട്ടെ. ദൈവശക്തി
എനിക്ക് ഒരുപാട് പേരുടെ പേരെടുത്ത് പറയണമെന്നുണ്ട്. ആ കോശിച്ചാനൊക്കെ പുറകിരിപ്പട് ചോദിച്ചു നോക്ക്. എത്ര വട്ടം കോശിച്ചാന്റെ വൈഫ് അവിടെ ഉണ്ടോ, വന്നിട്ടുണ്ടോ ചോദിച്ചു നോക്കി. എത്ര വട്ടം കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ സൺഡേയിൽ ഈ മനുഷ്യന് കുഴഞ്ഞു കിടന്നു ബോധമില്ലാതെ ക്രിട്ടിക്കൽ കണ്ടിട്ട് ആന്റി പള്ളി വന്ന് അവര് പറഞ്ഞു, പിശാച് അങ്ങനെ ഇപ്പൊ ജയിക്കണ്ട, എന്റെ ആരാധന മുടക്കില്ല. സ്വോത്രം. തിരിച്ചു ചെല്ലുമ്പോൾ സാധാരണപ്പെട്ട ദൈവം കൂടെ ഇല്ലെങ്കിൽ ഡെഡ് ബോഡിയായി മാറണം. എത്ര ഘട്ടങ്ങളെന്നറിയാമോ? പക്ഷേ ജീവിച്ചിരുന്ന കൃപയാണ്. ഞാൻ ഒന്നുകൂടെ പറയുന്നു, ദൈവം നിനക്ക് തുണയുണ്ടെങ്കിൽ നിനക്ക് വന്ന രോഗത്തിന്റെ ഉത്തരവാദിത്വം ദൈവമാണ്. ദൈവമാണ്, ദൈവമാണ്. നീ ഭയപ്പെടരുത്, നീ പേടിക്കരുത്. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും? എന്തുകൊണ്ട് ദൈവമേ എന്ന് ചോദിക്കുന്നവരുടെ ചോദ്യത്തിന്റെ മറുപടി, ഞാൻ നിനക്ക് നൽകിയ ചമൻ. ആമേൻ, 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 ആമേൻ. ശൂലമാണ് വേദന. ഞാൻ നിനക്ക് നൽകിയ ശൂലമാണ് വേദന. അത് ബൈദിപ്പാസ് കൃപയില്ലാഞ്ഞിട്ടല്ല. അദ്ദേഹം പ്രാർത്ഥിക്കും, പലർക്ക് രോഗം മാറുന്ന നിനക്ക് മാറാത്തത് ദൈവം വച്ചത് നിധികളിച്ചു പോകാതിരിക്കാൻ. ആമേൻ, ഹല്ലേലൂയ. എല്ലാവരും കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്. നമുക്ക് എല്ലാവർക്കും ഒരു പാട്ടിന് ഒരു 4 വരി. നന്മയല്ലാതൊന്നും ചെയ്തിടാത്ത തിന്മയാകെ മായ്ക്കുന്ന പാപമെല്ലാം ക്ഷമിക്കുന്നവൻ. പുതുജീവൻ എന്നിൽ. ഓ, ഇരുൾ നമ്മെ മൂടിയിടുമ്പോ രോഗികൾ ആയിടുമ്പോൾ സൗഖ്യദായകൻ അവൻ കരുതോ. അവൻ ആലയത്തിൽ ആ വരികൾ ധ്യാനിച്ച്, അർത്ഥം ധ്യാനിച്ച്, സ്വർഗനൻ അവനാല്. ഞാൻ ചോദിച്ചു ഈ വചനം ധ്യാനിക്കുമ്പോ, കർത്താവേ, കുരുടന് കാഴ്ച കൊടുത്തവനെ, ചെകിടനെ കേൾക്കുമാറാക്കിയവനെ, മുടന്തരം നടക്കുമാറാക്കിയവനെ, മരിച്ചവനെ ഉയർപ്പിച്ചവനെ, പാവ പൗലോസിന്റെ ആ പ്രാർത്ഥന എന്ത് കേൾക്കാത്തത്? ഹല്ലേലൂയ. പാവപ്പെട്ട ദൈവദാസനെ അദ്ദേഹം 3 വട്ടം ഫാസ്റ്റിംഗ് എടുത്ത് പ്രാർത്ഥിച്ചിട്ട് ദൈവം എന്താ പ്രാർത്ഥന കേൾക്കാത്തെ? ഇനി കിട്ടിയ മറുപടി കേൾക്കണോ? അവൻ നരകത്തിൽ പോകാതിരിക്കാൻ അവൻ സ്വർഗം, 3-ാം സ്വർഗം വരെ ആത്മാവിൽ കണ്ടു വന്നവനാ. അവന് നല്ല ശുശ്രൂഷ ഉള്ളവനാണ്. അതുകൊണ്ടാണ് ഞാൻ അവന് ബലഹീനത കൊടുത്തത്. അതുകൊണ്ടാണ് ഞാൻ അവന് വേദന കൊടുത്തത്. അവനെ സൗഖ്യമാക്കാൻ മനസ്സില്ലാഞ്ഞിട്ടല്ല, സൗഖ്യമാക്കാൻ എനിക്ക് ശക്തിയില്ലാഞ്ഞിട്ടല്ല, അവൻ പ്രാർത്ഥിക്കുമ്പോൾ ഇറങ്ങി വരാൻ പറ്റാത്തോണ്ടല്ല. ഞാൻ അവന്റെ കൂടെ ഉണ്ട്. ഞാൻ ഉള്ളപ്പോ തന്നെ അവൻ രോഗിയാണ്. ആ രോഗത്തിന്റെ ഉത്തരവാദിത്വം ഞാനാണ്. പക്ഷെ അവന്റെ പ്രസംഗം തീരുന്നതിന് മുൻപ് അവന്റെ ജീവിതം അവസാനിക്കയില്ല. ഈ രോഗം അവനെ കൊല്ലാനല്ല, അവന്റെ ശുശ്രൂഷ തീരുന്നതിന് മുൻപ് അവന് പിടഞ്ഞു വീണ് മരിക്കാൻ ഞാൻ അനുവദിക്കുകയില്ല. ഇന്ന് പകൽ പൗലോസേ, വചനം വിശ്വസിക്കുന്ന പൗലോസേ, വചനം വിശ്വസിക്കുന്ന പൗലോസേ, നിന്നോട് സ്വർഗം പറയുന്നു, നിന്റെ ബലഹീനതയിൽ തികയുന്ന ഒരു ദൈവശക്തി തുണയായവൻ. എന്റെ പുറകിലും എന്റെ മുൻപിലുമുള്ള അഭിഷക്തന്മാരുടെ ദൈവമക്കളുടെ ദൈവം സംസാരിക്കുന്നു എന്നെനിക്ക് ബോധ്യമാകുന്നു. ഭയപ്പെട്ടു പോകരുത്. റെസ്പോൺസിബിലിറ്റി മുഴുവൻ അവിടുത്തെ കരങ്ങളിലുണ്ട്. ഞാനൊക്കെ ചിലപ്പോ ചോദിക്കാം, കർത്താവേ, ഇങ്ങനെ വിശുദ്ധിയോടെ നിന്നിട്ടും, ഇങ്ങനെ അങ്ങക്കിവിടെ നിന്നിട്ട് എന്താ രോഗം അവരെ വിട്ടു മാറാത്തത്? എനിക്ക് കിട്ടിയ മറുപടി, എന്റെ കൃപ അവർക്കുണ്ട്. ഇത് സഹിപ്പാനുള്ള കൃപ, ജയിക്കാനുള്ള കൃപ, എന്റെ ശക്തി ഒരു ആവരണമായി വെളിപ്പെടുകയാണ്.
എബ്രായ ലേഖനം കൂടെ എടുക്കാം, 11-ാം അധ്യായം 34-ാമത് വാക്യം. അവർ അതുകൊണ്ട് എന്തു ചെയ്തു? വായിച്ചേ. എന്റെ വായ്ക്ക് തെറ്റി ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു യുദ്ധത്തിൽ വീരന്മാരായി. അവർ യുദ്ധത്തിൽ, കണ്ടോ, ഈ ബലഹീനത ഉള്ളപ്പോ തന്നെ അവർ യുദ്ധത്തിൽ വീരന്മാരായി. എല്ലാവരും കേൾക്കണോ? യുദ്ധത്തിൽ വീരന്മാരാകണോ? നിനക്ക് സാത്താനെ ജയിക്കണോ? ബലഹീനത അനുഭവിച്ചേ പറ്റൂ. മനസ്സിലാകുന്നുണ്ടോ? അഖിലും ശോഭസസ്സും അശോകം ബ്രദറും ഒക്കെ അനുഭവിച്ച വേദന ആർക്കും അറിയില്ല. എത്ര നാളുകൊണ്ട് ശത്രുവിടെ വട്ടം കറക്കുന്നു. പക്ഷെ ഇതിന്റെ അകത്ത് യുദ്ധം പഠിപ്പിക്കുകയാണ് ദൈവം അവനെ കൊണ്ടുവന്നത്. അവിടെ ഞാൻ പറയുന്നു, ദൈവം നിന്നെ പഠിപ്പിക്കുക, നീ തളർന്നു പോകരുത്. ഹല്ലേലൂയ. അപ്പോൾ എന്തുകൊണ്ട് കർത്താവ് തുണയായിരിക്കുന്നു? ഒന്ന്, നമ്മുടെ പ്രതിയോഗി ശക്തനെന്ന് ദൈവത്തിന് അറിയാം. രണ്ട്, നമ്മൾ ബലഹീനരാണ് ദൈവത്തിന് അറിയാം. അപ്പൊ ശരീരത്തിന്റെ ബലഹീനത ഒന്ന്. രണ്ടാമത്തെ ബലഹീനത മനസ്സിന്റെ, സോളിന്റെ, ദേഹിയുടെ ബലഹീനത. എന്താ ഈ ദേഹിയുടെ ബലഹീനത? ദേഹി കേൾക്കണേ. എന്താ ഈ ദേഹിയുടെ ബലഹീനത? ദേഹിക്കാണ് പാപം ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതൽ. ദേഹിക്കാണ്, ശരീരത്തിനല്ല. ഇന്ന് രാവിലെയും വരാൻ ഇറങ്ങിയപ്പോൾ ശരീരോട് ദേഹി പറഞ്ഞു, ഇന്ന് പോണ്ട, അടുത്ത ആഴ്ച, കഴിഞ്ഞ ആഴ്ച വൈദ്യ പാസ് ഇല്ലായിരുന്നു, ചിലപ്പോൾ ഈ ആഴ്ച അങ്ങേര് മുങ്ങിയാലോ, അടുത്ത ആഴ്ച. അങ്ങനെ കേട്ട് വരാത്തവരുണ്ട്. ദേഹി പറയുന്നത് കേട്ട് അനുസരിക്കുന്നവരുണ്ട്. ദേഹി പറയുന്നു, ആരുമില്ലാത്തൊരു സമയം ഒരു സിനിമ കണ്ടു കളയാം. ദേഹി പറയുന്നു, ആരുമില്ല, മറ്റങ്ങേരെ വിളിക്കാം, ആ ചേട്ടനെ വിളിക്കാം, ആ പെണ്ണിനെ വിളിക്കാം. ദേഹി പറയുന്നു പാപം ചെയ്യാം, ആരും കാണില്ല. ദേഹിയിൽ ബലഹീനത വ്യാപരിക്കുന്നത് പാപത്തിലൂടെയാണ്. അപ്പോൾ കർത്താവിനറിയാം നീ പാപം ചെയ്യാൻ പറ്റിയ ദേഹിയുള്ള വ്യക്തിയാണെന്ന്. അതുകൊണ്ട് പച്ച മനുഷ്യനായ എൻ്റെ കൂടെ എൻ്റെ അപ്പനുണ്ട് തുണയായിട്ട്. എന്തിനാ? പാപം ചെയ്യാതിരിക്കാൻ. അപ്പം അടുത്ത ചോദ്യം, എന്താ പിന്നെ ചിലർ പാപം ചെയ്തു പോകുന്നത്? കർത്താവ് അവരുടെ കൂടെ ഇല്ല. കർത്താവിൻ്റെ കയ്യിൽ നിന്ന് പിടിവിട്ട് പോയാൽ പാപം ചെയ്യും. കർത്താവ് കൈവിട്ടു പോയാൽ പാപം ചെയ്യും. അതുകൊണ്ട് ഇന്ന് പകലിൽ പാപം ചെയ്യാതിരിക്കേണ്ടതിന് എൻ്റെ പ്രാണപ്രിയനെ കൂടെ കൊണ്ട് നടക്ക. ദേഹി ബലഹീനമായി ഇരുന്നോട്ടെ, മോഹത്തിന്റെ ടെൻഡൻസി അവിടെ ഇരുന്നോട്ടെ. അത് മരിക്കുന്നവരെ കാണും. വീണ്ടെടുപ്പ് വന്നിട്ടില്ല ശരീരത്തിനും ആത്മാവിനും. ആത്മാവിന് മാത്രം വീണ്ടെടുപ്പ്, ശരീരത്തിന് ദേഹിക്ക് വീണ്ടെടുപ്പ് വന്നിട്ടില്ല. മരിക്കുന്നവരെ കാണും. പക്ഷെ കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ നിനക്ക് ജയിക്കാൻ പറ്റും. സ്വോത്രം. അടുത്തിരിക്കുന്നവർ കൈയെടുത്ത് മുഖത്തോണ്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞ്, യേശു കൂടെ ഉണ്ടെങ്കിൽ പാപത്തെ ജയിക്കാൻ പറ്റും എന്ന് പറഞ്ഞേ. പാപത്തെ സ്നേഹിപ്പാ ഞാനിനി പോകുമോ? ദൈവത്തെ ശരബലബ ഉഠാരബലബ സംധാരബലബ ചുടരബലബ സിയാര. ഓ എൻ്റെ ദൈവത്തെ പാപം ചെയ്യുന്ന ദേഹി മരിക്കും. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. ദൈവപുത്രനെ അറിഞ്ഞതിന് ശേഷം പറഞ്ഞിരിക്കണേ, വചനം കേട്ടതിന് ശേഷം, സ്നാനപ്പെട്ടതിന് ശേഷം, യേശുവിന്റെ രക്തവും മാംസവും ഭക്ഷിച്ചതിന് ശേഷം, മനഃപൂർവ്വം സകല പാപത്തിനും എണ്ണി കണക്ക് തീർത്തിട്ട് മണ്ണിനടിയിലോട്ട് ദൈവം നമ്മളെ മാറ്റുള്ളൂ. എണ്ണി കണക്ക് ചോദിക്കും ദൈവം. ഞാൻ ബൈബിളിൽ നിന്ന് തെളിവ് തന്നിട്ടുണ്ട്. തെളിവ് ഞാൻ പറഞ്ഞാൽ ദാവീദിന്റെ തെളിവ്. പാവപ്പെട്ട ഒരുത്തന്റെ ഭാര്യയെ അവൻ കൈക്കലാക്കി, അവനെ കൊന്നുകളഞ്ഞ്. അവൻ പാവപ്പെട്ടവൻ, ഇയാൾ രാജാവല്ലേ. ഒരു ദൈവഭക്തൻ പോലും കൈക്കലാക്കി. അതിൽ ജനിച്ച തലമുറ കൊല്ലപ്പെടുമ്പോൾ, ദൈവം കൊല്ലുമ്പോൾ മനസ്സിലായി
ഇനിയുള്ള കാലം എൻ്റെ ശിഷ്ടകാലം ദൈവത്തിൻ്റെ കോപാഗ്നിക്ക് ഞാൻ പാത്രീഭൂതനാകുമെന്ന്. പക്ഷെ ദൈവം പറഞ്ഞു, ഞാൻ നിന്റെ പാപം ക്ഷമിച്ചു. നീ ഏറ്റു പറഞ്ഞപ്പോൾ കൊച്ചിനെ കൊന്നു ദൈവം. പക്ഷെ കേട്ടോ, അതിൻ്റെ അനന്തരഫലം ദാവീദിന്റെ മരണകാലം വരെ കുടുംബത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രേമങ്ങളായിരുന്നു. സ്വന്തം മോൻ സ്വന്തം മോളെ ബലാത്കാരം ചെയ്യുന്നത് ദാവീദ് കാണേണ്ടി വന്നു. ദാവീദിന്റെ കുടുംബത്തിൽ യുദ്ധങ്ങളുടെ അല്ലലുകളിൽ സ്വസ്ഥതയോടെ അല്ല ദാവീദ് മരിക്കുന്നത്. നമുക്ക് മനസ്സിലാകുന്നുണ്ടോ? യാക്കോബ് നോക്ക്, യാക്കോബ് പറ്റിച്ചു അപ്പനെയും ചേട്ടനെയും. യാക്കോബിന്റെ ജീവിതം മൊത്തം അങ്ങോട്ട് പറ്റിപ്പിന്റെ കളിയാണ്. നിങ്ങൾക്കറിയാമല്ലോ ഭാഗം. വിതയ്ക്കുന്നത് കൊയ്യും. അതുകൊണ്ട് സത്യം അറിഞ്ഞവര്, വചനം മനസ്സിലാക്കിയവര് ഒരു പാപം അപ്പുറത്തെ വിളയുന്നൊരു തേങ്ങ പോലും മോട്ടിക്കാൻ പോവരുത്. തേങ്ങയുടെ കാര്യം പറഞ്ഞപ്പോൾ ഒരു വിഷമം പോലെ നേരെ നിങ്ങൾ അതിൽ വരുമെന്ന് ഞങ്ങൾ വിചാരിച്ച അപ്പുറത്തൊരു ഓല പോലും എടുക്കാൻ പോകരുത്. അപ്പുറത്ത് ഇവിടെ എന്ന് പറഞ്ഞാൽ അവർക്ക് ആവശ്യമില്ല, അവർ സൂക്ഷിക്കെടുക്കത്തില്ല. അവർക്ക് അത് കേടായി പൊടിഞ്ഞു പോകുമെങ്കിലും എടുത്തോളൂ, ഒരു കുഴപ്പമില്ല. പക്ഷെ അവർ എടുക്കുമെന്ന് കണ്ടാൽ, അത് അവർക്ക് ആവശ്യമുണ്ടെന്ന് കണ്ടാൽ, ഒരു സ്വർണ്ണമാല മഴയിൽ കിടന്ന് കിട്ടിയാൽ പോലും അത് അന്വേഷിച്ച് തിരിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഇല്ലെങ്കിൽ അവർ ഏങ്ങി ശപിക്കും. ഇവർ കേൾക്കുന്നുണ്ടോ? ആ ശാപം നമ്മുടെ തലയിൽ ഏൽക്കും. അതുകൊണ്ട് ഈ നമ്മളൊക്കെ ആവശ്യം വരുമ്പോൾ കടമൊക്കെ വാങ്ങിച്ച് പോകും. കടം വാങ്ങുന്നവർക്ക് കൃത്യമായിട്ട് കൊടുക്കണം കേട്ടോ. കൊടുത്തില്ലെങ്കിൽ വേറൊന്നും അവർ പ്രാർത്ഥിക്കും, ദൈവമേ ആ ദുഷ്ടൻ മുടിഞ്ഞു പോണേ എന്ന് മനസ്സിനകത്ത് ചിന്തിച്ചാൽ അത് നമ്മുടെ തലമേൽ വരും. ഉള്ള നന്മയും കൂടെ ഒഴുകിപ്പോകും. അത് അവരോട് ചെന്ന് പറയണം, ഞാൻ ഇന്ന ദിവസം തരാം, അല്പം കൂടെ സമയമുണ്ട്, പ്ലീസ് എനിക്കൊരു ഇത് പറ്റിപ്പോയി. ചെന്ന് പറയണം, ഒളിച്ചു നടക്കരുത്, ഫോൺ എടുക്കാതിരിക്കരുത്. വന്ന് അങ്ങനെ ഉപദേശത്തിലോട്ട് കയറി. എന്ത് നല്ല കാര്യം പറഞ്ഞുകൊണ്ടിരുന്നതാണ്, കേട്ട എന്ത് രസമായിരുന്നു ആരാധിക്കാൻ. കേൾക്കണം ദൈവ കുഞ്ഞുങ്ങൾ, ആവശ്യമില്ലാതെ ശാപമൊന്നും വിളിച്ചു വരുത്തി വെക്കരുത്. പാപം ചെയ്യരുത്. പലിശയ്ക്ക് പൈസ കൊടുക്കരുത്. പലിശയ്ക്ക് പൈസ കൊടുക്കുന്നവർ സ്വർഗത്തിൽ പോകൂലെന്ന് 15-ാം സങ്കീർത്തനത്തിൽ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും അവിടെ പ്രവേശിക്കുകയില്ല. തൻ്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കരുത്. ഞാൻ പലവട്ടം ഇത് പ്രസംഗിച്ചിട്ടുണ്ട്. കേൾക്കുന്നവർ കേൾക്കട്ടെ, അനുസരിക്കുന്ന ഒരാളെങ്കിലും ചിലപ്പം കാണും. സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെ സന്തോഷിപ്പിക്കാൻ എൻ്റെ ലക്ഷ്യം ദൈവത്തെ സന്തോഷിപ്പിക്കുക. നിങ്ങൾ ഇന്ന് പകൽ വന്നത് ആശ്വാസത്തിന് വേണ്ടി, നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവം അറിയും. ഹല്ലേലൂയ. അപ്പോ ദേഹി പാപം ചെയ്യാൻ ടെൻഡൻസി കൂട്ടുന്നു. നമ്മൾ ഫോൺ എടുക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം, പാപം ചെയ്യരുത്. എന്ത് ചെയ്യരുത്? നിങ്ങളുടെ ഫോൺ എല്ലാവരും ഒന്ന് എടുക്കാമോ? എൻ്റെ അടുത്തിരിപ്പുണ്ട് സാധനം, ഒന്ന് എടുക്കാമോ കയ്യിൽ ഉണ്ടെങ്കിൽ? ഓ ഇല്ല, അയ്യോ വിശുദ്ധന്മാരും വിശുദ്ധ മതികളും എല്ലാവരും ചുരിദാറിന്റെ പോക്കറ്റ് ഇട്ടിരിക്കുന്നേ ഉള്ളൂ. ഇവിടെ ഊരിയുടെ എന്നിട്ട് പറഞ്ഞ് നോക്കി പറഞ്ഞ നീ ആയിട്ട് അതിലോട് നോക്ക്. എന്നിട്ട് പറഞ്ഞു, ഞാൻ വീട്ടിൽ പോയി എടുത്തോണ്ട് വരട്ടാ. നീ ആയിട്ട് ഞാൻ നരകത്തിൽ പോകാനിടയാകരുത്. ഒന്ന് പറഞ്ഞ എന്നോട് പറ. അത് ഇങ്ങോട്ടൊരു ദൂത് തരും, അത് ഞാൻ പറയാം. എന്നെ നോക്കണം മൊബൈൽ പിടിച്ചിട്ട്. നീ ആയിട്ട് എന്നെ നരകത്തിൽ കൊണ്ടുപോകരുത്. ഈ മൊബൈലിന് ജീവനില്ല. ഉണ്ടെങ്കിൽ ഇത് പറഞ്ഞെന്നെ, നീ അല്ലേ എന്നെ ആവശ്യമില്ലാതെ ഉപയോഗിക്കുന്നത്. പറ. ട്വിറ്റർ, ഇപ്പം എന്തോന്ന് മറ്റേ ജിപേ ഇല്ലേ, ജിപേ, അതുവഴി വരെ ഫോൺ വിളിക്കുന്ന ആളുകൾ. മെസ്സേജ് അയപ്പ് ജിപേ ഇല്ലേ, അതുവഴി മെസ്സേജ് അയക്കുന്നു. ആരും കണ്ടുപിടിക്കാതിരിക്കാൻ. ചില പിള്ളേർക്ക് എല്ലാത്തിനും ആപ്പാണ്. അവര് മൊത്തത്തിൽ അപ്പനും അമ്മയ്ക്ക് ആപ്പാണ്. ഇപ്പൊ ആപ്പിനകത്ത് വേറെ ആപ്പ്. അപ്പൊ അപ്പനെടുത്ത് വെച്ച്, മക്കളെ ഇതെന്തര്, അതെന്താ എന്തോ പപ്പ, അപ്പ അത് തുറക്കണില്ല, 5-6 ദിവസം കൊണ്ട് കംപ്ലൈന്റ്, കള്ളായി, ഇന്നലെ രാത്രി മെസ്സേജിൽ വെച്ചതേ ഉള്ളൂ. ഇതാര് കാണുന്നു? ദൈവം കാണുന്നു. അപ്പനെ അമ്മയെ ഒളിക്കാം, പൊന്നുമക്കളെ ബൈജിപ്പാസെ ഒളിക്കാം. വളരെ ജാഗ്രതയോടെ. നിങ്ങൾ അറിഞ്ഞോന്ന് അറിയത്തില്ല, രാഷ്ട്രപതി ഒരു നിയമം പാസ്സാക്കുന്നു എന്നറിഞ്ഞു. 18 വയസ്സിന് താഴെ പ്രായമുള്ള പിള്ളേർക്കൊന്നും സോഷ്യൽ മീഡിയക്കകത്ത് അക്കൗണ്ട് തുടങ്ങാൻ പറ്റില്ല. അങ്ങനെ ആക്ക് വേണം, അമ്മേരെ ഫോണെടുത്തല്ലേ കളിക്കുന്നത്.
അമ്മ അവിടെ ഇരിക്കുമ്പോ അമ്മ സുഖം തന്നെ അമ്മ ഇങ്ങനെ കാണിക്കും മുഖത്ത്. പുറകെ കിടന്ന അമ്മച്ചിയുടെ കൈവിരൽ വെച്ച് ആധാരം പതിപ്പിച്ച വില്ലന്മാരുള്ള നാട്ടിലാണ് ഫേസ് ഐ ഡി. പക്ഷേ നിങ്ങൾക്ക് പറ്റിക്കാൻ മക്കളെ, പാവങ്ങൾ അപ്പനും അമ്മയും, നിങ്ങളെപ്പോലെ വിദ്യാഭ്യാസമൊന്നുമില്ല, കഴിവില്ല, പക്ഷേ നിങ്ങളുടെ ദൂടയവനെ പറ്റിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർ അനുഭവിക്കും, ഉറപ്പായിട്ട് അനുഭവിക്കും. പാവപ്പെട്ട അപ്പനും അമ്മയും കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നിങ്ങളെ സ്കൂളിൽ അയക്കുന്നത്, കലാലയങ്ങളിൽ അയക്കുന്നത്. സഹോദര, നിന്റെ പ്രിയ ആത്മാർത്ഥമായി സ്നേഹിച്ച് എൻ്റെ ഭർത്താവ്, എൻ്റെ ചേട്ടൻ, എൻ്റെ അണ്ണൻ, അല്ലെങ്കിൽ എൻ്റെ അച്ചായൻ എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് അയക്കുന്നത് നീ വിശ്വസ്തനെന്ന് ഓർത്തിട്ടാ. അവളെ പറ്റിച്ചാൽ നിന്റെ ഊപ്പാട് വരുത്തും ദൈവം. എൻ്റെ സഹോദരിമാരെ, നിങ്ങൾക്ക് ദൈവം നൽകിയ തുണയാളിയില്ലേ, ഭർത്താവ്, അയാൾ അവൾ ജോലിക്ക് പോയതാ, അല്ലെങ്കിൽ അവള് ഇന്ന ആവശ്യത്തിന് പോയതാ. പക്ഷേ നീ അവിശ്വസ്തത കാണിച്ചാൽ ദൈവം നിന്നെ വിടത്തൊന്നുമില്ല, ഉറപ്പായിട്ടും വിടില്ല. ദൈവത്തിൻ്റെ പക്കൽ മോഹവശമില്ല. അത് ബൈജു പാസ്റ്റർ ആണെങ്കിലും ശരി, ഞങ്ങൾ ആരാണെങ്കിലും ശരി, നിങ്ങളാണ്. ദൈവത്തിന് മോഹപക്ഷമില്ല. ബൈജു പാസ്റ്റർ തെറ്റ് ചെയ്താൽ ദൈവം വിചാരിക്കുന്നു ഇത്രയും ജനത്തെ നേടിയവനല്ലേ? നോ, ദൈവത്തിന് അങ്ങനെ സിസ്റ്റം ഇല്ല. ദൈവത്തിന് മോഹപക്ഷമില്ലാതെ പ്രതികാരം ചെയ്തൊരു ദൈവമുണ്ട്. ദയവായി പാപത്തോട് നിങ്ങൾ കോംപ്രമൈസ് ചെയ്യരുത്. പാപത്തോട് നിങ്ങൾ കോംപ്രമൈസ് ചെയ്യരുത്. പാപത്തോട് ഗുഡ് ബൈ പറയുന്നൊരു പകലാകണം. ബലഹീനത ദേഹീന വരുമ്പോൾ പറയണം, പാപത്തെ ജയിച്ച യേശു ഉള്ളത് കൊണ്ട് ഞാൻ പാപത്തെ ജയിക്കും. യൗവനക്കാരൊക്കെ നിവർന്നെടുത്ത് കേൾക്കണേ മക്കളെ, നിവർന്നിരിക്കണേ, ശ്രദ്ധിക്കണേ, എന്നെ ശ്രദ്ധിക്കണേ. നിങ്ങൾക്കതിന് ജയിക്കാൻ പറ്റണം. നിങ്ങൾ കൂട്ടുകാരികളെങ്ങനെ? നോ, നിങ്ങൾ അവരെ പോലെയല്ല, നിങ്ങൾ വ്യത്യസ്തരാണ്. നിങ്ങൾ രാജകീയ പുരോഹിത വർഗമാണ്. നിങ്ങൾ വേർപെട്ടവരാണ്. നിങ്ങൾക്ക് നല്ല ഭാവി ദൈവം ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ല നാളെയുടെ നീളങ്ങളിൽ ഉയർച്ച ദൈവം വച്ചിട്ടുണ്ട്. അവിടെ എത്തിച്ചേരും മുമ്പ് വഴി തകർക്കാനാണ് പാപത്തിന്റെ ആഗ്രഹം. ദയവായി മുതിർന്നവരും കുട്ടികളും യൗവനക്കാരും എല്ലാം എന്നോട് കൂടെ ശ്രദ്ധിക്കണം. ദേഹിക്കകത്ത് ബലഹീനത വന്നാൽ നമ്മൾ അതിനെ ജയിക്കണം. വീക്ക്നെസ്. ചിലർക്ക് പണത്തോടാണ് ആർത്തി. പണം, പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പൈസ 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 ഒറ്റപ്പടി. വീക്ക്നെസ് ആണ് പണം. ചാണകത്തിൽ 10 രൂപ കിടന്ന നാക്കുകൊണ്ട് എടുക്കാൻ മടിക്കാത്തവര്, കൈയില്ലാത്തതുകൊണ്ട്. വീക്ക്നെസ് ആണ്, അതൊരു ബലഹീനതയാണ്. കാശ് ഇഷ്ടം പോലെ കയ്യിലുണ്ട്, ബാങ്കിലുണ്ടെങ്കിലും 10 രൂപയ്ക്ക് ചാള മാത്രമേ വാങ്ങിക്കുള്ളൂ. ചാള ഇല്ലേ പിള്ളേ, ചൂര ആക്ക് വേണം, എന്നും ചൂര, ചുമ്മാ പൈസ കളയാൻ പഠിച്ചേ. ഇവർക്കൊരിക്കലും നേരെ ജീവിക്കാൻ പറ്റില്ല. ധനം മാത്രം പോരാ, ഐശ്വര്യം വേണം. ഇങ്ങനെയുള്ളവർക്ക് നല്ല വസ്ത്രം പോലും ഉടുക്കാൻ പറ്റില്ല. നല്ല വസ്ത്രം ഉടുക്കുന്നവരൊക്കെയാണ് കമന്റ് അടിക്കും, ഇവര് നല്ല വസ്ത്രം ഉടുക്കില്ല, നല്ല ഭക്ഷണം കഴിക്കില്ല. എന്തോന്ന് കൊച്ചേ വീട്ടിൽ കഴിക്കാൻ? ഞങ്ങൾ പൊറോട്ടയും ചിക്കൻ ഫ്രൈയും. അതിനൊക്കെ തോനെ പൈസ ആവൂലേ? അപ്പോഴറിയണം ഇവർക്ക് അനുഭവിക്കാൻ വിധിയില്ല. അതുകൊണ്ട് ദൈവകുഞ്ഞുങ്ങൾ പണത്തോട് ഒരുപാട് ആർത്തി ഉണ്ടാകും. സത്യം, എൻ്റെ കൂടെ നടക്കുന്ന ദൈവദാസന്മാർ, ഞങ്ങളുടെ സഭാ സെക്രട്ടറിയോട് ചോദിച്ചു നോക്ക്, ബൈജുപ്പാസുടെ കയ്യിലൂടെ ഒഴുകി വരുന്ന നന്മകൾ പോകുന്ന വഴി. സത്യം പറയുകയാണ്, ഇഷ്ടം പോലെ പണം എൻ്റെ അപ്പൻ്റെ മഹത്വത്തിന് വേണ്ടി ഞാൻ മുഖം നോക്കാതെ വാരി ചെലവാക്കുന്നൊരു മനുഷ്യനായതുകൊണ്ടാണ് അതാത് സമയത്ത് എൻ്റെ കുഞ്ഞിൻ്റെ ആവശ്യം വന്നപ്പോൾ ഒരാളോട് കൈനീട്ടാൻ ദൈവം ഞങ്ങൾ അനുവദിച്ചില്ല. ദൈവം തക്ക സമയത്ത് അത്ഭുതം ദൈവം ചെയ്തു. എവിടെ കൂടെയൊക്കെ ദൈവം എന്നെ മാനിച്ചെന്ന് എനിക്ക് പോലും അറിയത്തില്ല. എൻ്റെ കണ്ണ് നിറഞ്ഞു പറയുന്നു, നമ്മളൊന്നും ദ്രവ്യാഗ്രഹം വച്ചോ പുലർത്തരുത്. നമ്മളെ ഉയർത്താൻ ദൈവം വിശ്വസ്തനാണ്. നമ്മൾ അതിന്റെ പുറകെ പോണ്ട. നമ്മുടെ മാനിപ്പാൻ ദൈവം വിശ്വസ്തനാണ്. ദൈവം വിശ്വസ്തൻ. എൻ്റെ വാക്കുകൾ കുത്തിടാൻ സമയമായി. നമുക്ക് വിശാലമായ ഒരു ചിന്ത അടുത്ത ആഴ്ച നമുക്ക് ചിന്തിക്കാനുണ്ട്. അടുത്ത ചിന്ത മൂന്നാം എന്ന് പറയുന്നത്, മനുഷ്യർ നമ്മെ ഉപദ്രവിക്കുമെന്ന് കർത്താവിന് അറിയാം. അതാണ് അടുത്ത ചിന്ത. മനുഷ്യർ നമ്മെ ഉപദ്രവിക്കുമെന്ന് ഭയങ്കര ചിന്തയാണ്. നമുക്ക് അടുത്തായി ചിന്തിക്കാം. അതുകൊണ്ട് കർത്താവിന് ഇതൊക്കെ അറിയാം. ഒന്ന്, ശക്തനാണ്, പ്രതിയോഗി ശക്തനെന്നറിയാം, അലറുന്ന സിംഹം പോലെ. 2, നമ്മൾ ബലഹീനരെന്ന് കർത്താവിനറിയാം. അതുകൊണ്ട് കർത്താവ് എനിക്ക് തുണ. ഒരാമയും പറഞ്ഞാട്ടെ, കർത്താവ് എനിക്ക് തുണ. ഒന്നുകൂടെ പറയാം, ഞാൻ പേടിക്കയില്ല. മനുഷ്യൻ എന്നോട് എന്തും ചെയ്യും.
ഈ എല്ലാ കണ്ണുകളും അടയ്ക്കാം. 11:55 സമയം. എല്ലാ കണ്ണുകളും അടയ്ക്കാം. നമുക്ക് കഴിയുമെങ്കിൽ ദിവസം എഴുന്നേൽക്കാം. എല്ലാവരും കർത്താവിന് സ്തോത്രം ചെയ്യാം. നമ്മൾ തുടക്കം വർഷപ്പിൽ, സ്ലോ വർഷപ്പിൽ പാടിയ ഗാനത്തിന് ചില വരികൾ സ്തോത്രം ചെയ്യുന്നു. എനിക്കൊരു തുണ നീയേ എൻ പ്രിയനെ, എനിക്കൊരു തുണ നീ. മനോഹരമായ എല്ലാ ശരീരങ്ങളിലും ബലഹീനതകൾ ഉണ്ടെന്ന് എനിക്കറിയാം. ഇന്ന് കർത്താവിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ പകർന്ന ദൈവം നിങ്ങളെ അയക്കും. അല്പം ചൂടാണെങ്കിൽ അടുത്ത ആഴ്ച ഈ ചൂട് ഇവിടെ കാണില്ല, ഞാൻ ഉറപ്പ് തരുന്നു. സ്തോത്രം ചെയ്യുന്നു. എല്ലാവരും സ്തോത്രം പറഞ്ഞാട്ടെ, സ്തോത്രം പറഞ്ഞാട്ടെ, സ്തോത്രം പറഞ്ഞാട്ടെ. ഓ എനിക്കൊരു തുണ നീയേ എൻ പ്രിയനേ, എനിക്കൊരു തുണ നീയേ. എല്ലാവരും ചേർന്ന് പറഞ്ഞാട്ടെ, എനിക്കൊരു തുണ നീയേ എൻ പ്രിയനേ, എനിക്കൊരു തുണ നീയേ. ചേർന്ന് കരമടിച്ച് ശക്തിയോടെ കർത്താവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്താം. യെസ്, ഹല്ലേലൂയ. ഞരങ്ങുന്നു പ്രിയനിൽ ചേരുവാൻ, ഇണയില്ലാത്തൊരു പ്രാവു പോ ഞരങ്ങുന്നു പ്രിയനിൽ ചേരുവാൻ. ഓ നാഥാ വരുവാൻ താമസമെങ്കിൽ, നാഥാ വരുവാൻ താമസമെങ്കിൽ വീഴാതെ നിർത്തേണമേ എന്നെ, വീഴാതെ നിർത്തേണമേ. വരുവാൻ താമസമെങ്കിൽ, നാഥാ വരുവാൻ താമസമെങ്കിൽ വീഴാതെ നിർത്തേണമേ എന്നെ, വീഴാതെ നിർത്തേണമേ. എനിക്കൊരു തുണ നീയേ എൻ പ്രിയനേ, എനിക്കൊരു തുണ നീയേ, എനിക്കൊരു തുണ നീയേ എൻ പ്രിയനേ, എനിക്കൊരു തുണ നീയേ. ഓ സിംഹത്തിൻ ഗുഹ എനിക്കേകിയാലും, അഗ്നിയിലെന്നെ വലിച്ചെറിഞ്ഞാലും, സിംഹത്തിൻ ഗുഹ എനിക്കേകിയാലും, അഗ്നിയെന്നെ വലിച്ചെറിഞ്ഞാലും, ഉള്ളം കലങ്ങും പ്രതിസന്ധികളിൽ, ഉള്ളം കലങ്ങും പ്രതിസന്ധികളിൽ വീഴാതെ നിർത്തേണമേ എന്നെ, വീഴാതെ നിർത്തേണമേ. ഉള്ളം കലങ്ങും പ്രതിസന്ധികളിൽ, ഉള്ളം കലങ്ങും പ്രതിസന്ധികളിൽ വീഴാതെ നിർത്തേണമേ എന്നെ, വീഴാതെ നിർത്തേണമേ. ഓ എനിക്കൊരു തുണ നീയേ എൻ പ്രിയനേ, എനിക്കൊരു തുണ നീയേ, എനിക്കൊരു തുണ നീയേ എൻ പ്രിയനേ, എനിക്കൊരു തുണ നീയേ. ആശ്രയിപ്പാനൊരു ദേഹിയുമില്ല, ആശ്വസിപ്പാനൊരു ഇടവുമില്ല, ആശ്രയിപ്പാനൊരു ദേഹിയുമില്ല, ആശ്വസിപ്പാനൊരു ഇടവുമില്ല. ഒന്നേ മാത്രം നിൻ ജീവമൊഴികൾ, ഒന്നേ മാത്രം നിൻ ജീവമൊഴികൾ മന്നീരന്നാശ്വാസമായി, മന്നീരന്നാശ്വാസമായി. ഒന്നേ മാത്രം നിൻ ജീവമൊഴികൾ, ഒന്നേ മാത്രം നിൻ ജീവമൊഴികൾ മന്നീരന്നാശ്വാസമായി, മന്നീരന്നാശ്വാസമായി. ഓ എനിക്കൊരു തുണ നീയേ എൻ പ്രിയനേ, എനിക്കൊരു തുണ നീയേ.
എനിക്കൊരു തുണനിയേ എൻ പ്രിയനെ എനിക്കൊരു തുണനിയേ ദുരിതം നിറയും മരുവിലെ വാസത്തിൽ ദുരിതം നിറയും മരുവിലെ വാസത്തിൽ എനിക്കൊരു തുണനിയേ എൻ പ്രിയനെ എനിക്കൊരു തുണനിയേ എനിക്കൊരു തുണനിയേ ഇടയില്ല കുറുപ്രാവ്, ഇടയില്ല കുറുപ്രാവു പോ നരകു പ്രിയരിൽ ചേരുവാൻ ഓ ഇടയില്ല കുറുപ്രാവു പോ നരകു പ്രിയരിൽ ചേരുവാൻ നാഥാ വരുവാൻ താമസമെങ്കിൽ നാഥാ വരുവാൻ താമസമെങ്കിൽ ഓ വീഴാതെ നിർത്തേണമേ ഓ എന്നെ വീഴാതെ നിർത്തേണമേ നാഥാ വരുവാൻ താമസമെങ്കിൽ ഓ നാഥാ വരുവാൻ താമസമെങ്കിൽ ഓ വീഴാതെ നിർത്തേണമേ ഓ എന്നെ വീഴാതെ നിർത്തേണമേ നാഥാ വരുവോ, നാഥാ വരുവാൻ താമസമേ ഓ നാഥാ വരുവാൻ താമസമേ ഓ വീഴാതെ നിർത്തേണമേ എന്നെ വീഴാതെ നിർത്തേണമേ നാഥാ വരുവോ, നാഥാ വരുവാൻ താമസമേ ഓ നാഥാ വരുവാൻ താമസമെങ്കിൽ വീഴാതെ നിർത്തേണമേ അപ്പാ എന്നെ വീഴാതെ നിർത്തേണമേ നാഥാ വരുവാൻ താമസമേ ഓ നാഥാ വരുവാൻ താമസമേ ഓ വീഴാതെ നിർത്തേണമേ എന്നെ വീഴാതെ നിർത്തേണമേ വീഴാതെ, ഓ വീഴാതെ നിർത്തേണമേ എന്നെ വീഴാതെ ദൈവശക്തി, ഓ വീഴാതെ നിർത്തേണമേ എന്നെ വീഴാതെ നിർത്തേണമേ യേശുവേ, വീഴാതെ നിർത്തേണമേ എന്നെ വീഴാതെ നിർത്തേണമേ അപ്പ വീഴാതെ നിർത്തേണമേ എന്നെ ഈ ഹോളിനകത്ത് ഒരു വലിയ ദൈവശക്തി ബലഹീനതകളെ മാറ്റുന്നു, ബലഹീനതകളെ മാറ്റുന്നു ഒരു ദൈവശക്തി. വീഴാതെ നിർത്തേണമേ ശബരാജഗീവന ഭൗരവ അനരഗജഗദഗ സമ്പന ഗുണമന സനദഗ അനഗാനഗദഗ സൈധന രാധന അഗരാജഗദഗ സഗദന ഗുണമന ഗണഗദരഗദിഗദഗദിഗദവ അനഗാനഗദഗ ഭൗസഗ അനഗദരഗദഗ സമ്പന വീഴാതെ നിർത്തേണമേ